CPM, CPI നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും CPI സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളുമാണ് ഇന്ന് ചേരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ഇരു പാർട്ടികളും വിശദമായി ചർച്ച ചെയ്യും. സുനിൽ ഐസക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. സുനിൽ, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പൂരം കഴിഞ്ഞു. ഇനി പഠിക്കാനും അത് പങ്കുവയ്ക്കാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ള സമയമാണ്, പ്രത്യേകിച്ച് ഇടത് പാർട്ടികൾക്ക്, CPM-നും CPI-ക്കും. എന്തുകൊണ്ട് ഇത്രയും ഒരു കനത്ത പരാജയം നേരിട്ടു? സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലേ? അതോ മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് തിരിച്ചടിയായത്? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ ചർച്ച ആവശ്യമായി വരികയാണ് ഇടത് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് എപ്പോഴാണ് നേതൃയോഗങ്ങൾ ഉണ്ടാവുക? ഒരു പ്രാഥമിക വിലയിരുത്തലായി പുറത്തു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സുനിൽ? ജിൽസി സൈഫ്, ഗുഡ് മോർണിംഗ്. സന്ദേശ സിനിമയിലെ ഒരു ഡയലോഗ് കടമെടുത്ത് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് CPI-യും CPM-ഉം. അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ സംസ്ഥാനതല നേതൃയോഗങ്ങൾക്ക് തുടക്കമാവുന്നത്. നാളെ LDF യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രധാനമായും ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ എന്ന നിലയ്ക്ക് CPI-യും CPM-ഉമാണ് ഇത് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. അതുകൊണ്ട് അവരത് വിഷയം വളരെ ഗൗരവത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ഒരു ഗൗരവത്തിൽ തന്നെ എടുക്കുന്നുണ്ട്. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും, ഈ രണ്ട് യോഗങ്ങളിൽ പ്രാഥമികമായ ഒരു വിലയിരുത്തലുണ്ടാകും. അതിനുശേഷം വരും ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റികൾ നടക്കും. ആ സംസ്ഥാന കമ്മിറ്റിയിലും വിഷയം വിശദമായി പരിശോധിക്കും, പഠിക്കും. മാത്രമല്ല CPM-ൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് വരും ദിവസങ്ങളിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ആ യോഗങ്ങളിൽ ഓരോ ജില്ലയിലും എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായ പഠനം നടത്താൻ, ചർച്ച നടത്താൻ, പരിശോധിക്കാൻ, അങ്ങനെ പരിശോധിച്ച് റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകാനൊക്കെ ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നേറ്റ തിരിച്ചടി എന്ന് പറയുന്നത് 2010 ശേഷമുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. സാധാരണഗതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്നും എക്കാലവും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിരുന്ന ഒരു ചരിത്രമാണ്. അങ്ങനെ ഒരു അമിതാത്മവിശ്വാസം LDF-ന്, പ്രത്യേകിച്ച് അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന CPM-ന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ആ അമിത ആത്മവിശ്വാസത്തിനേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയം എന്ന് വേണം പ്രാഥമികമായി അതിനെ വിലയിരുത്താൻ. ഒപ്പോൾ ഇതില് നേരത്തെ തന്നെ CPM തീരുമാനിച്ചിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ LDF തീരുമാനിച്ചിരുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സജീവ ചർച്ചയാക്കാം എന്നത് തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ വന്ന ക്ഷേമ പെൻഷൻ വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് ചർച്ചയാക്കുക. കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ ഒന്നൊന്നായി വിവരിക്കുക. അങ്ങനെയൊക്കെ തീരുമാനിച്ചാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ കളത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ, സ്വയം പ്രചാരണ വിഷയങ്ങൾ പാർട്ടി തന്നെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് സ്വയം മാറ്റുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ കോൺഗ്രസ് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടും പക്ഷെ വീണ്ടും കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനും കോൺഗ്രസ് നേതാക്കളെ ഒന്നാകെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പൊതു ഇടത്തേക്ക് വലിച്ചിഴച്ച് ചർച്ച നടത്താനും ഒക്കെ CPM ശ്രമിച്ചു. അതോടുകൂടി അതിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം കാണിച്ച് ചൂണ്ടിക്കാട്ടി ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി CPM നടത്തി. CPM-ആണ് അതിന് നേതൃത്വം നൽകിയതെന്ന് പറയാതിരിക്കാനാവില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ. അങ്ങനെ ഈ വിവാദങ്ങൾ ചർച്ച ചെയ്തതോടുകൂടി യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന പ്രചാരണം നടന്നില്ല. അത് ചർച്ചയായി പോലും വരാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ പൊതുവിഷയങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ എവിടേക്കാണോ LDF ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ വിഷയങ്ങളിൽ നിന്ന് ചർച്ച മാറിപ്പോകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ തിരിച്ചാവട്ടെ ശബരിമല സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയങ്ങളിൽ UDF ഉന്നയിച്ചു കൊണ്ടുപോകുന്ന ക്യാമ്പയിനുകൾ വലിയ തോതിൽ ഫലം കാണുകയും ചെയ്തു. ഇവര് ഉന്നയിച്ച, അല്ലെങ്കിൽ LDF ഉന്നയിച്ച, CPM ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ ക്ലച്ച് പിടിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്കെതിരെ UDF ഉന്നയിച്ച ആരോപണങ്ങൾ വിജയിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം CPM ഉന്നയിച്ചപ്പോൾ, LDF ഉന്നയിച്ചപ്പോൾ അതിന് മറുപടിയായി മുന്നോട്ട് വെച്ച
കോൺഗ്രസ് മുന്നോട്ട് വെച്ച ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ ഇല്ലേ ഇങ്ങനെ കുറെ ആളുകൾ, അവർക്കെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? മുകേഷും ഗണേഷ് കുമാറും ശബരിമല സ്വർണം കട്ട പത്മകുമാറും ഒക്കെ ഈ എന്തുകൊണ്ട് അവർക്കെതിരെ ഒരു അച്ചടക്ക നടപടി എടുക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല? ഞങ്ങൾ അച്ചടക്ക നടപടി എടുത്തല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താ എടുക്കാത്തത് എന്ന മറുചോദ്യം, ആ മറുചോദ്യത്തിന് വലിയ പ്രചാരം ലഭിച്ചു എന്നും കൂടി CPM വിലയിരുത്തുന്നുണ്ട്. ഒപ്പം ഈ ന്യൂനപക്ഷ സമുദായത്തെ ഒപ്പം കൂട്ടാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും ഇത്തവണ പൊളിഞ്ഞു പോവുകയും ചെയ്തു. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ കൂടെ കൂട്ടി അയാളെ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി ഇപ്പോഴും കൊണ്ടു നടന്ന് അയാളെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി ആ വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തി ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് കിട്ടും എന്നുണ്ടായ ഒരു ധാരണ, ആ ധാരണയും പൊളിഞ്ഞുപോയി.